അദ്ദേഹം പഠിച്ചതും അദ്ദേഹം ഷെയ്ഖായി വരിച്ചതും മഹാനായ ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുള്ളയാണ്. അദ്ദേഹം ആരെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഗാന്ധിജിയോടൊപ്പം അദ്ദേഹത്തിന്റെ ആസ്ഥാനമായ താർഗുരുവിൽ വന്നിരുന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ ആവിഷ്കരിച്ചത്. ഗാന്ധിജി ദൈവത്തിലിരുന്നുള്ള അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അസീറ മാൾട്ട, ഇറ്റലിയിലെ മാൾട്ടയിൽ 4 വർഷം കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ ഗുരുനാഥൻ ഷെയ്ഖുൽ ഹിന്ദിനോടൊപ്പം ജയിലിലടച്ചു ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുള്ളായെ. ഈ ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുള്ളായിൽ നിന്ന് അറിവ് പഠിച്ച, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഹിന്ദിൽ നിന്ന് അറിവ് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ഷെയ്ഖുൽ ഹിന്ദിനെ മാതൃകയായി കണ്ട് ഈ ലോകത്ത് പ്രവർത്തിച്ച പണ്ഡിതൻ ലോകത്തിന്റെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതകലാലയത്തിൽ പഠിച്ച് പാണ്ഡിത്യത്തിന്റെ നെറുകയിലെത്തിയപ്പോ തെക്കേ ഇന്ത്യയുടെ ഉമ്മുൽ മദാരിസായ ബാഖിയാത്തുസ് സാലിഹാത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് നല്ലൊരു പണ്ഡിതനെ തരണമെന്ന്. ആ ഉമ്മുൽ മദാരിസിന്റെ ഷെയ്ഖുൽ ഹദീസായ ഏറ്റവും വലിയ ഹദീസിന്റെ ഗുരുനാഥനായി വിരാജിക്കാൻ പതിറ്റാണ്ടുകളോളം ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദാറുൽ പ്രിയഭാജനം ഉമ്മുൽ മദാരിസ് ബാഖിയാത്തിന്റെയും ഏറ്റവും മികവുറ്റ പണ്ഡിതൻ. ആ പണ്ഡിതൻ ഈ ജാമിയയുടെ ബാനിയാണെന്ന് പറയുന്നതിനേക്കാൾ അഭിമാനകരമായി നമുക്ക് എന്താണുള്ളത്? അദ്ദേഹത്തിന് മാത്രമാണ് ഇത്രയും വലിയൊരു സംരംഭത്തിലൂടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. ജാമിയ ഹസനിയ സ്കൂളാണ് യഥാർത്ഥത്തിൽ ആദ്യം തുടങ്ങിയത്. പള്ളിക്കൂടം ആദ്യം തുടങ്ങിയിട്ട് അറബി കോളേജ് പിന്നെ തുടങ്ങിയ, അല്ലെങ്കിൽ സമാന്തരമായ സമയത്ത് തുടക്കം കുറിച്ച ആ പണ്ഡിതന്റെ പ്രചോദനം എന്തായിരുന്നറിയോ? തന്റെ ഗുരുനാഥനായ ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുള്ളാഹിയുടെ ഗുരുനാഥൻ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് ഗാന്ധിജി പേരിട്ട് വിളിച്ച, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആചാര്യൻ എന്ന് വിളിച്ച് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ഷെയ്ഖുൽ ഹിന്ദ് റഹിമഹുള്ളാഹ്, അദ്ദേഹം ദാറുൽ ഉലൂമിന്റെ ആദ്യത്തെ വിദ്യാർത്ഥിയും അതിന്റെ സ്ഥാപക സ്ഥാനീയനായ വ്യക്തിയാണ്. അതായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ ദർശിച്ച ഏറ്റവും വലിയ, ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൗതിക കലാലയത്തിന്റെ പേരെന്താ? ഭൗതിക കലാലയം, കോളേജ്, യൂണിവേഴ്സിറ്റി, അതിന്റെ പേരെന്താ? ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതിന്റെ സ്ഥാപകൻ ആരാണെന്നറിയാമോ? ഈ ദാറുൽ ഉലൂം ദൈവത്തിലെ 1ാം വിദ്യാർത്ഥിയായ മഹാനായ മഹ്മൂദുൽ ഹസൻ ദൈവന്തിയാണ്. നിങ്ങൾ പൊതുപ്രവർത്തകർക്കൊന്നും അറിഞ്ഞിരിക്കുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാർ, ഇൽമു പഠിച്ചവർ, അവരാണ് ഈ രാജ്യത്തിന് ചെയ്യാവുന്ന, ഇന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്ത സംഭാവനകൾ മുഴുവൻ ചെയ്യും. ഇന്ന് ജാമിയ മില്ലിയയുടെ മുമ്പിൽ ഷെയ്ഖുൽ ഹിന്ദ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റുണ്ട്. ഷെയ്ഖുൽ ഹിന്ദ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്ഖ് ഹസൻ ഹസനത്തിന്റെ ഗുരുനാഥനായ ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുള്ളാഹിയുടെ ഗുരുനാഥൻ. അദ്ദേഹത്തോടൊപ്പം 4 വർഷം മാൾട്ടായിലെ സെൻട്രൽ ജയിലിൽ പോയി ജയിൽവാസം അനുഭവിച്ചു. കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സ്വീകരിക്കാൻ കാത്തുനിന്നത് ഗാന്ധിജിയാണ്. തുറമുഖത്ത് സ്വീകരിക്കാൻ കാത്തുനിന്നത് അവരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേർന്നൽകിയത് ജാമിയ മില്ലിയയുടെ സ്ഥാപകനാണ്. നിങ്ങൾ അടിച്ചു നോക്കിക്കോളൂ. അതിന്റെ ഫൗണ്ടേഷൻ തറക്കല്ലിട്ടത് ആരോടൊപ്പം? അക്കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കന്മാരോടൊപ്പം ചേർന്ന് ജാമിയ മില്ലിയയ്ക്ക് തറക്കല്ലിട്ടത് നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ ബാനിയുടെ ഉസ്താദിന്റെ ഉസ്താദ് മൗലാന മുഹമ്മദ് ഹസൻ ദൈവന്തിയാണ്. ഈ വളർന്നു വരുന്ന മക്കൾ, പിഞ്ചു മക്കൾ, പരിശുദ്ധമായ ഖുർആനിന്റെ, പരിശുദ്ധ ഹദീസിന്റെ, കർമ്മശാസ്ത്രത്തിന്റെ ഭൂമികയിൽ അവരുടെ ആയുസ് ചെലവഴിക്കുമ്പോൾ നാളെ അവർ ലോകത്തിന്റെ ജീനിയസുകളായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയും മറ്റും അവർ ഉയരുമ്പോൾ, വളരുമ്പോൾ ഷെയ്ഖുൽ ഹിന്ദിനെ പോലെ, മൗലാന മഹ്മൂദ് ഹസൻ ദൈവന്തിയെ പോലെ, ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെ ആരാധം സ്വാതന്ത്ര്യ സമരം പൂർത്തിയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിപദം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടത് മഹാനയാണ്. അദ്ദേഹം അതിൽ വിസമ്മതിച്ചുകൊണ്ട് മൗലാന ആസാദിനെ തൽസ്ഥാനത്ത് നിയോഗിച്ചു. ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ 1ാമത്തെ പ്രസിഡന്റായിരുന്നു മൗലാന ഹുസൈൻ അഹമ്മദ് മദനി. നമ്മുടെ മഹാനായ ബാനി ഷെയ്ഖ് ഹസൻ ഹസറത്ത് റഹിമഹുള്ളാഹിയുടെ ഷെയ്ഖ് ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ 1ാമത്തെ, കേരളത്തിൽ ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ 1ാമത്തെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസൻ ഹസറത്ത്. ആ പ്രസ്ഥാനത്തെയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിപദം ഏറ്റെടുക്കാൻ വേണ്ടി നെഹ്റു വിളിച്ചത്. സ്വയം ഒഴിഞ്ഞു മാറിക്കൊണ്ട് മൗലാന ആസാദിനെ ആസ്ഥാനത്ത് ഏൽപ്പിച്ചു. ഖുർആൻ മാത്രം പഠിച്ച, മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഖുർആൻ മാത്രം പഠിച്ച ഡോക്ടർ, നമ്മുടെ മലയാളത്തിലെ പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകൻ, കേരള കൗമുദിയിൽ അമുസ്ലിമാണ് അദ്ദേഹം എഴുതി,
ഒരു ദിവസം പോലും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത മൗലാന അബുൽ കലാം ആസാദ്. ബ്രിട്ടീഷുകാരൻ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാക്കി വലിച്ചെറിഞ്ഞു പോയ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായി ഒരു വ്യാഴവട്ടക്കാലം വിരാജിച്ചപ്പോഴാണ് UGC സ്ഥാപിച്ചത്, സർവകലാശാലകൾ സ്ഥാപിച്ചത്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ആവശ്യമായതെല്ലാം സ്ഥാപിച്ചത്. ഖുർആനിക വിദ്യാഭ്യാസം സമഗ്രമാണ് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച് കാട്ടിത്തന്ന ആസാദും മൗലാന മദനി റഹ്മത്തുള്ളാഹിയും അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായ ഷെയ്ഖുൽ ഹിന്ദ് ഷെയ്ഖ് ഹസൻ ഹദറത്ത് റഹിമഹുള്ളയും അവരുടെ സേവനങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള അവസരമായി നമ്മൾ അവർ നിസ്കരിച്ച നിസ്കാരത്തിന്റെയും അവരുടെ ഇബാദത്തിന്റെയും ഹദീസ് പഠിപ്പിച്ച ശൈലിയും മാത്രം പറഞ്ഞ് സമയം കളയുന്നതിന് പകരം അത് വളരെ പ്രധാനമാണ്. അതാണ് അവരെ അവരാക്കിയത്. അതോടൊപ്പം അവർ ചെയ്ത സേവനം, അവരുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതായിരുന്നു ഭാവിയെക്കുറിച്ചുള്ളതെന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മഹാന്മാർ ചെയ്ത സേവനപാതയിൽ അതിദ്രുതം സർവാത്മനാഹമികയ മുന്നോട്ട് ഗമിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതായിരിക്കും നമുക്ക് ആ മഹാനുഭാവന്മാരോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അനുസ്മരണത്തിന്റെ കടപ്പാട്.